ഗൈസ്, അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ നമ്മളിത് ആ പള്ളിയിൽ പോകുന്നുണ്ട്. ഞാനും അമ്മയും കൂടെ ഉണ്ട് കൂടെ. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിനൊക്കെ അമ്മേനെ വഴക്ക് പറയും, രാവിലെ തന്നെ വീഡിയോ എടുത്ത് നടക്കുവാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ തിരിച്ചു വരാൻ നേരത്തെ എനിക്ക് പോസൊക്കെ ചെയ്ത് തന്ന്. അത് കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചത് ആ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ആയിരുന്നു. ബെഡ്ഷീറ്റും പുതപ്പൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിൽ അലക്കി. അത് കഴിഞ്ഞിട്ട് അതൊന്ന് ജസ്റ്റ് ഉണക്കിയിട്ട് ഞങ്ങളുടെ വീടിൻ്റെ മുകളിലുള്ള പറമ്പിൽ കൊണ്ട് ഞങ്ങൾ ഇടുവാണ്. ഇവിടെ പാറയാണ്, അപ്പം അവിടെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതെല്ലാം വിരിച്ചിട്ടു. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ പണിയായിരിക്കും അല്ലേ. സത്യം പറഞ്ഞാൽ പണിയുണ്ട്. ഇതൊക്കെ എന്നോട് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്ത കാര്യങ്ങളൊന്നുമല്ല, ഞാൻ സ്വയമേ ചെയ്തതാണ്. കാരണം ഞാനുള്ളപ്പോഴല്ലേ അമ്മയ്ക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഉള്ളപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് കരുതി. പിന്നെ ഞാൻ എന്തൊക്കെയോ കാര്യമായിട്ടുണ്ട്, പക്ഷേ കാറ്റിൻ്റെ സൗണ്ട് കാരണം ഒന്നും കേൾക്കത്തില്ല. അതാണ് ഞാൻ അത് ഇടാതിരുന്നത്. അത് കഴിഞ്ഞ് ഞാനിത് ആ തല നിറയെ താരന് ഒരു കാട്ടി വന്നു കഴിഞ്ഞിട്ടും ഞാൻ തന്നെ ഒരു പാക്കൊക്കെ കരുതി. ഇത് ഞാൻ സ്ഥിരം ചെയ്യാറുള്ളതായിരുന്നു. ഒരിടയ്ക്ക് ഞാൻ ചെയ്യുമായിരുന്നു. ആ കോവിഡിൻ്റെ ടൈമൊക്കെ ആയിരുന്നപ്പം ഒരുപാട് ഞാൻ ചെയ്യുമായിരുന്നു. അല്ലെങ്കിൽ ആഴ്ചയിൽ 3 തവണ ഞാൻ ഇതൊക്കെ ചെയ്യുമായിരുന്നു. അതിനുശേഷം ബാംഗ്ലൂർ വന്നതിന് ശേഷം എൻ്റെ മുടി പോയത് ഞാൻ എൻ്റെ കണ്ണിൽ കൂടി തന്നെ ഞാൻ കണ്ട്. കാരണം ഒരുപാട് നമ്മൾ ചുമ്മാ തലയിൽ പിടിക്കുമ്പോഴേ ഊരി പോവുക. അപ്പോൾ ഞാനിത് ആ തലയിലൊക്കെ പാക്കെല്ലാം ഇട്ട് കഴിഞ്ഞ് നല്ല എഫക്റ്റുള്ള പാക്കാണ്. കാരണം എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. ഒക്കെ ഇട്ട് കഴിയുമ്പോൾ സഡനായിട്ട് നമ്മുടെ മുടിക്ക് തിക്നെസ് തോന്നും. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും. എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് ഞാൻ കുളിച്ചു. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.